ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഡീപ്പ് ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിതെപ്പോൾ കാണുന്നുവോ അന്ന് മുതൽ റെസനേറ്റായി തുടങ്ങുന്നതാണ്. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായി റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ. പിന്നെ ഇതുവരെയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും എനർജിയുമായി കണക്റ്റ് ആയതിനു ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ കുറച്ച് കാർഡ്സ് ഷഫിൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിലെ ആ സ്പെസിഫിക് പേഴ്സൺ നിങ്ങളോടുള്ള ഡീപ്പ് ഫീലിംഗ് എന്താണെന്ന്. അപ്പം നമുക്ക് നോക്കാം അല്ലേ. ഗുഡ് ലക്കിൻ്റെ കാർഡായ വീൽ ഓഫ് ഫോർച്യൂൺ വന്നത് കൊണ്ട് തന്നെ വളരെ ലക്കാണല്ലോ നിങ്ങൾക്ക്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കണ്ടുമുട്ടിയത് വളരെയൊരു ഭാഗ്യമായിട്ടാണ് ആ വ്യക്തി കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ ഡെസ്റ്റിനി പേഴ്സൺ ആണെന്നും ഒരു സോൾമേറ്റ് ആണെന്നും എന്നൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ നിങ്ങളുടെ വലിയ നന്മയ്ക്കായിരിക്കുമെന്നുകൂടി ആ വ്യക്തി ചിന്തിക്കുന്നു. പക്ഷേ എല്ലാ മാറ്റങ്ങളും നിങ്ങളെ നിങ്ങളുടെ വിധിയിലേക്ക് നയിച്ചാലും എളുപ്പമല്ലെന്നുകൂടി ഓർക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ഡിവൈൻ കണക്ഷൻ ആണെന്ന് ആ വ്യക്തിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആ വ്യക്തി യാഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്നൊരു തോന്നൽ. ഒരുപക്ഷെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ പോലും യൂണിവേഴ്സ് അതിനൊരു ടൈം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അസ്വസ്ഥത തോന്നിയാലും ജീവിതത്തിൻ്റെ ഭാഗമായി ഈ പ്രക്രിയയെ സ്വീകരിക്കാൻ ആ വ്യക്തി പഠിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ വേണമെന്നൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് കേട്ടോ. എന്നാലും ഏസ് ഓഫ് കപ്സ് റിവേഴ്സായിട്ട് വന്നതുകൊണ്ട് ആ വ്യക്തിയുടെ ഭാഗത്ത് അനിശ്ചിതത്വമോ മടിയോ ഉണ്ടാകും. എന്നാലും പുതുതായി ആരംഭിക്കുന്നതിനോ നിങ്ങൾക്കിടയിൽ ദൃഢമായ എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിനോ തടസ്സങ്ങളുണ്ടെന്ന് ആ വ്യക്തിക്ക് തോന്നിയേക്കാം. ഇത് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ദിശാബോധത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും അഭാവത്തെയോ സൂചിപ്പിക്കാം. അത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലെ അരക്ഷിതാവസ്ഥയിൽ നിന്നോ അസ്ഥിരതയിൽ നിന്നോ ഉടലെടുത്തേക്കാം. നിലവിൽ ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടായാൽ തന്നെ ക്വീൻ ഓഫ് വാൻസ് വന്നതുകൊണ്ട് നിങ്ങളിലേക്ക് ആ വ്യക്തി സത്യസന്ധമായും വ്യക്തതയോടു കൂടിയുള്ള ആഗ്രഹത്തോടു കൂടി, അതായത് പ്യുവർ സോളായിട്ട് നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെ ആഗ്രഹിച്ചിരിക്കുന്നു. പക്ഷേ പരസ്പര ധാരണയിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം തേടുകയും ചെയ്യുന്നു. നിങ്ങളിലേക്ക് ഒരു വ്യക്തതയ്ക്കും സത്യസന്ധതയ്ക്കും വേണ്ടി ആഗ്രഹിച്ച് ഇരിക്കുന്നതായി കാണുന്നു. ഒരു ആശയവിനിമയത്തെ വിലമതിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയോടുകൂടി മുന്നോട്ട് ഈ റിലേഷൻഷിപ്പ് പോകണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് എല്ലാ ഇമോഷൻസും പ്രകടിപ്പിക്കണമെന്നും ശ്രദ്ധയോടെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് ഇനിയൊരു നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. എയ്റ്റ് ഓഫ് വാൻസ് വന്നതുകൊണ്ട് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്തവരെ പെട്ടെന്ന് അൺബ്ലോക്ക് ആക്കി വെക്കുക, നിങ്ങൾ കാണുമ്പോൾ വീണ്ടും ബ്ലോക്ക് ആക്കുക, അങ്ങനെയുള്ള ഒരു ചെറിയൊരു രീതിയിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു അടിയന്തര ബോധവും വേഗത്തിലുള്ള ചലനത്തിനുമുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എയ്റ്റ് ഓഫ് വാൻസ് വന്നതുകൊണ്ട് ആ വ്യക്തിയുടെ എനർജിക്ക് ഒരു പെട്ടെന്നുള്ള ചലനം ഉണ്ടാകുമെന്നാണ് അർത്ഥം.
നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഒരു ആവേശവും ചലനവും ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ നല്ലൊരു സൂചനയാണ് 8 ഓഫ് വാണ്ട്സ് എന്ന ഈ കാർഡ്. നൈറ്റ് ഓഫ് വാണ്ട്സ് വന്നതുകൊണ്ട് ആ വ്യക്തി ഒരു പെട്ടെന്ന് വിചാരങ്ങൾ മാറി മറിയുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് ആവേശവുമായി ബന്ധപ്പെട്ട ചില ഭയങ്ങളോ അല്ലെങ്കിൽ പൂർണ്ണമായി ആലോചിക്കാതെ കാര്യങ്ങൾ തിടുക്കം കൂട്ടുന്ന പ്രവണതയോ ആ വ്യക്തികളിൽ നിങ്ങൾക്ക് കണ്ടേക്കാം. എന്തെങ്കിലും ചെയ്യുന്നതിനോ വളരെ വേഗത്തിൽ നീങ്ങുന്നതിനോ ആ വ്യക്തിക്ക് ഭയമുണ്ടായേക്കാം. കാരണം പാസ്റ്റിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഭയമായിരിക്കാം. ഇനി പഴയതുപോലെ തന്നെ വീണ്ടും കോൺഫ്ലിക്റ്റോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമോ എന്നൊരു ഭയമായിരിക്കാം. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വ്യാകുലതയായിരിക്കാം. എന്തൊക്കെയോ കൊണ്ട് ആ വ്യക്തിക്ക് ഫിയർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് കുഴപ്പത്തിലേക്കോ നിരാശയിലേക്കോ നയിക്കുമെന്ന് ആ വ്യക്തിക്ക് നല്ല ആശങ്കയുണ്ട്. സ്ട്രെങ്ത് കാർഡ് വന്നതുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ ഒരു സിംഹക്കുട്ടിയെ എങ്ങനെയാണോ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും നമ്മുടെ വരുതിയിൽ വരുത്തുന്നത് എന്നതുപോലെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടിരിക്കുന്നു. അതായത് വളരെ സ്നേഹത്തോടു കൂടിയും വാത്സല്യത്തോടു കൂടിയും ആ വ്യക്തിയുടെ വരുതിയിലാക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് ഈ സ്ട്രെങ്ത് കാർഡ് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഔട്ട് ഓഫ് ഫിയറോ ഒക്കെ ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു അടിസ്ഥാന ശക്തി ഉണ്ടെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു ആഴത്തിലുള്ള റിലേഷൻഷിപ്പാണ് ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അനുഭവപ്പെടുന്നത്. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ഒരു റിയൂണിയൻ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും റിയൂണിയനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ 8 ഓഫ് വാണ്ട്സ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം. പെട്ടെന്ന് തന്നെയുള്ള ഒരു കോള് അല്ലെങ്കിൽ മെസ്സേജ് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തവരെ അൺബ്ലോക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയാസിൽ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്ത് കാണും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, അൺബ്ലോക്ക് ചെയ്ത് കാണും. ആ വ്യക്തിക്ക് അത്രയ്ക്കും ഡീപ്പായിട്ട് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഒരുപക്ഷെ നൈറ്റിൽ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യുകയും രാവിലെ ബ്ലോക്ക് ആക്കുകയും വീണ്ടും അതേപടി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ആ വ്യക്തിക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും ഫീലിങ്സ് ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വ്യക്തിക്ക് നിങ്ങളോട് നേരിൽ സംസാരിക്കാൻ നിങ്ങളോടുള്ളൊരു ഫിയറാണ്. കാരണം പഴയ കാലത്തെ ചില ഓർമ്മകളൊക്കെ ആ വ്യക്തിയെ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ടാവാം. ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഗ്നോർ ചെയ്ത് കാണും. നിങ്ങളെ ഒരു നിങ്ങൾ പിറകെ ചേസ് ചെയ്ത് പോകുമ്പോൾ ഒരു വിലയും തരാതെ ഒരുപക്ഷെ നിങ്ങളെ ഇഗ്നോർ ചെയ്ത് കാണും. അപ്പോൾ അതൊക്കെ ഓർത്ത് ഒരു ഫിയർ ആവാം. അതുകൊണ്ടാണ് നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ മെസ്സേജ് അയക്കണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളോട് ഡീപ്പ് ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറക്കിൾ കാണുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്ന് തന്നെ വിശ്വസിക്കാം. പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആകുന്നോ അത്രത്തോളം നമുക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളും ആഗ്രഹിച്ച കാര്യങ്ങളും തന്നാലെ നടക്കുന്നത് നമുക്ക് കാണാം. യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് കാണാം. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്നു, സെൽഫ് ലവ് ചെയ്യുന്നു എന്നൊക്കെ വെച്ചായിരിക്കും നിങ്ങളുടെ റിയൂണിയൻ സംഭവിക്കുന്നത്. നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, സെൽഫ് ലവ് ചെയ്യുക. അപ്പോൾ റിയൂണിയൻ ഉണ്ടാവുക തന്നെ ചെയ്യും. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഒരു റിയൂണിയൻ ഉണ്ടാവും. ആ വ്യക്തി നിങ്ങളിലേക്ക് വരും. നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. എങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവുന്നില്ലല്ലോ. ഇതിൽ ചിലരുടെ എനർജി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ ഓവർ തിങ്കിങ്, അതായത് എന്തൊക്കെയോ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി ഒരുപാട് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഉടനീളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായി കാണുന്നുണ്ട്. അതായത് ചിലരുടെ പേഴ്സൺ എന്തൊക്കെയോ നെഗറ്റിവിറ്റി ചിന്തിച്ചു കൂട്ടി അൺഹാപ്പി ആയിട്ടിരിക്കുക,
എപ്പോഴും ആൻസൈറ്റി ആയിട്ടിരിക്കുക, അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ചിലരുടെ വ്യക്തികൾക്ക് കാണുന്നുണ്ട് കേട്ടോ. അതായത് 2 തീരുമാനങ്ങൾ, 2 ഡിസിഷൻസ് എല്ലാം ഉണ്ടാവുന്ന പോലെ ഒരു 2 പാത്ത് അങ്ങനെ ഉള്ള ഒരു ക്യാരക്ടർ. അതായത് ഇക്കര നല്ലതാകുമ്പോൾ അക്കര പച്ചയാണെന്ന് തോന്നുന്ന ഒരു ക്യാരക്ടറില്ലേ, അതായത് അക്കര പച്ച ക്യാരക്ടർ. അങ്ങനെയുള്ള ഒരു ചഞ്ചല സ്വഭാവം ചിലരുടെ വ്യക്തികളെ കാണുന്നുണ്ട്. എന്ത് ഓപ്പർച്യൂണിറ്റീസ് വന്നാലും അവർ അത് സ്വീകരിക്കാത്ത പോലെ, അവർക്ക് നല്ലത് ഏതാണെന്നോ മോശം ഏതാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്തൊരു ക്യാരക്ടർ. അങ്ങനെയുള്ള ഒരു ചിന്താഗതിക്കാരായി ചിലവരുടെ കേട്ടോ, അങ്ങനെയുള്ള ഒരു ചിന്താരീതി ചിലവരുടെ പേഴ്സണെ കാണുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് വരുന്നുണ്ട്, പക്ഷേ അതൊന്നും അവർ കാര്യമായി എടുക്കുന്നില്ല. അങ്ങനെയുള്ള എന്തൊക്കെ കൂടുതലും നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ലൈഫ് തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടും ചിലരുടെ വ്യക്തികളിൽ കാണുന്നുണ്ട്. എല്ലാവരുമല്ല കേട്ടോ. അതായത് നിങ്ങളുമായിട്ടൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്, അതായത് ലോങ് ടേം റിലേഷൻഷിപ്പിനൊക്കെ ആഗ്രഹമുണ്ട്, മാരേജ് ചെയ്യണമെന്നും അങ്ങനെ നല്ല നല്ല ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ അവരിലൊരു അനിശ്ചിതാവസ്ഥയാണ് കാണുന്നത്, ഒരു ചഞ്ചല സ്വഭാവം. അതായത് ഇപ്പോൾ നാളെ എന്ത് തീരുമാനമെടുക്കണമെന്നോ നാളെ എന്ത് ചെയ്യണമെന്നോ അവർക്കറിയുന്നില്ല. ഒരു പക്ഷേ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കാം നാളെ ഇപ്പോൾ മഴ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇന്ന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അതുപോലുള്ള ഒരു ചഞ്ചല സ്വഭാവമുള്ളവർ, അതായത് അനിശ്ചിതാവസ്ഥയാണ് അവർ കാണുന്നത്. ഒരുപാട് ഫിയറാണ്, എന്തൊക്കെയോ ഓവർ തിങ്കിങ് ഉള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അവരുടെ പാരമ്പര്യം, റിലീജിയൻ, കാസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്, സങ്കടപ്പെടുന്ന, വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി നെഗറ്റിവിറ്റി വരുത്തി വെക്കുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തികളെയും ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ചിലർക്കൊക്കെ ഒരു റീയൂണിയൻ ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ഹീൽ ചെയ്യേണ്ട അവസ്ഥയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്തതിന് ശേഷം ആയിരിക്കും ഒരു റീയൂണിയൻ ചിലർക്കൊക്കെ ഉണ്ടാകുന്നത്. മറ്റു ചിലർക്ക് റീയൂണിയൻ ഉണ്ടാവാം, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് ആയിരിക്കും നിങ്ങളുടെ റീയൂണിയൻ സംഭവിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയുടെ ഒരു അനിശ്ചിതാവസ്ഥ മാറ്റി ഒരു പുതിയ തുടക്കത്തിനായി 2 പേരും കൂടി ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ആശയവിനിമയം നടത്തിയാൽ, 2 പേരും കൂടി ഒരുമിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നെഗറ്റീവായി ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആ വ്യക്തി ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ച് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. നമ്മുടെ ഡെസ്റ്റിനി ആണെങ്കിൽ നമുക്ക് ആ ഡെസ്റ്റിനിയെ കിട്ടുക തന്നെ ചെയ്യും. നമ്മുടെ വിധിയിലുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളിലേക്ക് തന്നെ വരും. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരു സോൾമേറ്റ് കണക്ഷനായിട്ടും ഒരു സ്പിരിച്വൽ കണക്ഷനായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ബട്ട് ആ വ്യക്തിക്ക് ഒരു അചഞ്ചലത, അതായത് ഒരു അനിശ്ചിതാവസ്ഥ, അതാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിലും ആ വ്യക്തിയുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് 2 പേർക്കും മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. പക്ഷേ ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾസ് വന്നതുകൊണ്ട് നിങ്ങളത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെയോ വികാരങ്ങളെയോ സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി ചില വൈകാരിക വെല്ലുവിളികൾ അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ടെന്ന് പറയാം. അതുകൊണ്ട് ആ വ്യക്തിയുടെ പ്രതികരണത്തിൻ്റെ ടൈമിനെ സ്വാധീനിച്ചിരിക്കും നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഉണ്ടാകുമോ എന്ന്. അതായത് ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ അനുസരിച്ചിരിക്കും നിങ്ങൾ തമ്മിൽ റീയൂണിയൻ വരണോ എന്ന്. ആഗ്രഹമുണ്ട് മനസ്സിൽ, പക്ഷേ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല, അതാണ് കാണുന്നത്. ഹൈ പ്രീസ്റ്റസ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആ വ്യക്തി ഇതുവരെയായി ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടില്ല. ഇവിടെ ഒരു നിഗൂഢതയുടെ ആഴമുണ്ട്. അതായത്
ആ വ്യക്തി സ്പിരിച്വലായിട്ടിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ടാവാം. എന്തായാലും നമുക്ക് ഫ്യൂച്ചറിന് ഒരു കാർഡ് കൂടി എടുക്കാം. ഇവിടെ വന്നിട്ടുള്ള കാർഡ് 6 ഓഫ് കപ്സ് ആണ്. 6 ഓഫ് കപ്പ് ഒരു ഗൃഹാതുരത്വത്തെയും വൈകാരിക ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിൽ പങ്കിട്ട വികാരങ്ങളെയും ഓർമ്മകളെയും സ്വീകരിക്കുകയാണെങ്കിൽ ഊഷ്മളവും അർത്ഥവത്തായുമായ ഒരു റിലേഷൻഷിപ്പിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സിനോട് നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്തെടുക്കാം. എന്നിട്ട് യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക. താങ്ക് യു യൂണിവേഴ്സ്.